എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 11 ശ്ലോകം 25 മുതൽ 31 വരെ 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. സത്സംഗത്തിന്റെ പ്രാധാന്യം പ്രത്യേകിച്ചെടുത്ത് പറയണു ഭഗവാൻ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്സംഗലബ്ധയാ ഭക്ത്യാ മയി മാം യൗപാസിതാ സ വൈ മേ ദർശിതം സദ്ഭി അഞ്ജസാ വിന്ദതേ പദം. നേരത്തെ പറഞ്ഞ പോലെയുള്ള ഭക്തി ഉണ്ടാവാൻ ഏറ്റവും നല്ല ഉപായം സത്സംഗമാണ് ഉദ്ധവ. ആ സത്സംഗത്തിൽ കൂടി ഭക്തി ഉണ്ടാകുമ്പോ എന്നെ എപ്പോഴും ഭജിക്കും. ആ വിധം ഉറച്ച ഭക്തിയാൽ സജ്ജനങ്ങളാൽ അറിയപ്പെട്ടതായും അവർ കാട്ടിക്കൊടുക്കുന്നതുമായ എന്റെ സ്ഥാനത്തെ ആ ഭക്തൻ പ്രയാസം കൂടാതെ പ്രാപിക്കും. ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടപ്പോ ഉദ്ധവൻ പിന്നെയും സംശയങ്ങൾ ചോദിക്കുന്നു ഭഗവാനോട്. ശ്രീ ഉദ്ധവ ഉവാച സാധുസ്തവോത്തമ ശ്ലോക മതകീദൃഗ്വിധ പ്രഭോ ഭക്തിസ്ത്വയുപയുജ്യേത കീദൃശീ സദ്ഭിരാധൃത. ഭക്തിക്ക് കാരണം സത്സംഗമാണെന്ന് ഭഗവാൻ അരുളി ചെയ്തത് കേട്ടപ്പോ സാധുക്കളുടെയും സദ്ഭക്തിയുടെയും ലക്ഷണം എന്താണ് എന്ന് ഭഗവാനോട് ചോദിക്കണം ഉദ്ധവൻ. അനുകൂല പ്രതികൂല ഭാവനയുള്ള ഒരാളുടെ അഭിപ്രായം ഗ്രാഹ്യല്ല. അങ്ങനെ വിഷമബുദ്ധിയുള്ളവര് അവരവരുടെ ഇഷ്ടം പോലെ ഓരോരുത്തര് നല്ലവരാണെന്ന് പറയും. അങ്ങനെയുള്ള വിഷമബുദ്ധികളൊന്നുമില്ലാതെ സർവലോക ബന്ധുവായി ഉത്തമ ശ്ലോകനായിരിക്കുന്ന അങ്ങയുടെ അഭിപ്രായ പ്രകാരം സാധു ലക്ഷണം എന്താണ്? സജ്ജനങ്ങള് അങ്ങയിൽ ഉപയോഗിക്കുന്ന ഭക്തിയുടെയും ലക്ഷണം എന്താണ്? പറഞ്ഞു തരൂ ഭഗവാൻ, പറയണു ഉദ്ധവൻ. ഏതന്മേ പുരുഷാധ്യക്ഷ ലോകാധ്യക്ഷ ജഗൽപ്രഭോ പ്രണതായ അനുരക്തായ പ്രപന്നായ ച കഥ്യതാം. ഈ സംഗതികളെ പുരുഷോത്തമനും ബ്രഹ്മാദിദേവന്മാരുടെ നിയന്താവും ജഗൽപ്രഭുവുമായിരിക്കുന്ന അങ്ങയെ ശരണം പ്രാപിച്ചും സ്നേഹിച്ചും ആദരിച്ചും കൊണ്ടിരിക്കുന്ന എനിക്ക് ഉപദേശിച്ചു തരണമേ എന്ന് പറയും. വിനയത്തോടുകൂടി പറയണു ഉദ്ധവൻ. ത്വം ബ്രഹ്മ പരമം വ്യോമ പുരുഷ പ്രകൃതേ പര അവതീർണോസി ഭഗവൻ സ്വേച്ഛോപാത്ത പൃഥക് വപു. പുരുഷോത്തമൻ എന്ന് വിളിക്കേണ്ടത് അങ്ങയെ തന്നെയാണ്. ഈ പുരുഷോത്തമത്വം അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കും ഇല്ല, പറയണു ഉദ്ധവൻ. എന്തുകൊണ്ടെന്നാൽ പ്രകൃതിയിൽ നിന്നും പരനായിരിക്കുന്ന അങ്ങ് ആകാശം എന്ന പോലെ എങ്ങും നിറഞ്ഞും ഒന്നിനോടും ചേരാതെയും ഇരിക്കുന്നു. ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി അവരെ അപേക്ഷിക്കുമ്പോഴൊക്കെയും ഓരോ മൂർത്തി സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുന്നവൻ അങ്ങാകയാൽ അങ്ങയെപ്പോലെ ഭക്തവാത്സല്യവും മറ്റാർക്കുമില്ല. പരിപൂർണനായിരിക്കുന്ന അങ്ങ് പരിച്ഛിന്നൻ എന്ന പോലെ മാനുഷരൂപം സ്വീകരിച്ചിരിക്കുന്നത് ദീനന്മാരെ അനുഗ്രഹിക്കാനാണ്. ആകയാൽ അങ്ങയുടെ പാദധൂളിയെ ആശ്രയിച്ചിരിക്കുന്ന എന്റെ മോഹാന്ധകാരത്തെ നീക്കാൻ സാധുക്കളുടെയും ഭക്തിയുടെയും സ്വരൂപ നിർണയം അങ്ങ് തന്നെ ചെയ്യണം. അങ്ങ് തന്നെ ഇതെല്ലാം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയണം. ഭഗവാൻ ഉദ്ധവന് മറുപടി കൊടുക്കുന്നു. ശ്രീ ഭഗവാൻ ഉവാച കൃപാലുരകൃതദ്രോഹ തിദിക്ഷു സർവദേഹിനാം സത്യസാരോനവദ്യാത്മാ സമഃ സർവോപകാരക. ഭഗവാൻ പറയണ വിനയഭക്തി ബഹുമാനപൂർവം ഉദ്ധവൻ ചെയ്ത ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം അരുളി ചെയ്യുന്നു. സാധു ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഉദ്ധവ. അന്യ ദുഃഖം കണ്ട് സഹിക്കാൻ കഴിയാത്തതിനാൽ അവരുടെ ദുഃഖങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി യഥാശക്തി പ്രവർത്തിക്കും. യാതൊരാൾക്കും ഉപദ്രവം ചെയ്യില്ല. അന്യര് അറിവില്ലാതെ തനിക്ക് അപരാധം ചെയ്താലും അതിനെ ക്ഷമിക്കും. സത്യത്തെ മാത്രം വളരെ സാരമായി കരുതും. അസൂയാദി ദോഷങ്ങൾ അല്പവും മനസ്സിലുണ്ടായിരിക്കില്ല. ശത്രുമിത്ര ഭേദബുദ്ധിയൊന്നുമില്ലാതെ സമനായിരിക്കും. ശക്തി പോലെ ആർക്കും ഉപകാരം ചെയ്യും. കാമൈരഹദീർധാന്തോ മൃദുശുചിരകിഞ്ചന അനീഹോമിതപുക്ഷാന്ത സ്ഥിരോ മച്ചരണോ മുനി. ഒരു തരത്തിലുള്ള സുഖാശയും
ഉണ്ടായിരിക്കില്ല. ഇന്ദ്രിയങ്ങളും മനസ്സും ശാന്തമായിരിക്കും. മനസ്സില് കാഠിന്യം ഉണ്ടായിരിക്കേയില്ല. സദാചാരങ്ങളെ മാത്രം സ്വീകരിക്കും. ഉദ്ദേശപൂർവകമായ യാതൊരു വ്യാപാരവും ഉണ്ടായിരിക്കില്ല. ഒന്നിനെയും തന്റേതെന്ന് അഭിമാനിക്കില്ല. ലഘുവായ ആഹാരം സ്വീകരിക്കും. അന്ധകരണം ബഹുശീതളമായി സാത്വികമായിരിക്കും. സ്വധർമ്മത്തിൽ വളരെ സ്ഥൈര്യം ഉണ്ടായിരിക്കും. എന്നെ തന്നെ ശരണമായി കരുതും. ആത്മാവിൽ നിന്ന് ഒരിക്കലും തെറ്റുകയില്ല. അപ്രമത്തോ ഗഭീരാത്മാ ധൃതിമാഞ്ചിത ഷഡ്ഗുണ അമാനീ മാനദകൽപ്പോ മൈത്ര കാരുണിക കവി. ഒന്നിലും പതർച്ചയും ബദ്ധപ്പാടും ഇല്ലാതെ സാവധാന ചിത്തനായിരിക്കും. അന്യർക്ക് അറിയാൻ കഴിയാത്ത സ്വഭാവത്തോടു കൂടിയായിരിക്കും. ആപത്ത് സമയത്തിലും ധൈര്യത്തിന് ഇളക്കം ഉണ്ടാവില്ല. വിശപ്പ്, ദാഹം, ശോകം, മോഹം, ജര, മരണം എന്നീ 6 ധർമ്മങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയാത്ത സ്വഭാവമുള്ളവനായിരിക്കും. ലോകത്തിൽ നിന്ന് ബഹുമതി സിദ്ധിക്കണം എന്നൊന്നും ആഗ്രഹം ഉണ്ടാവില്ല. അന്യരെ ബഹുമാനിക്കുന്നതിൽ സന്തോഷമുണ്ടാവും. അവർക്ക് സതുപദേശം ചെയ്ത് അവരെ സന്മാർഗികളാക്കി തീർക്കാൻ വളരെ സമർത്ഥനായിരിക്കും. ആരെയും വഞ്ചിക്കില്ല. കാരുണ്യ നിമിത്തം പ്രവർത്തിക്കുന്നതല്ലാതെ ഐഹിക സുഖലാഭത്തിനായി പ്രവൃത്തിയെടുക്കുന്നവനായിരിക്കില്ല. എല്ലാം നന്നായി അറിഞ്ഞും സാധാരണക്കാർക്ക് അറിയാൻ കഴിയാത്ത സൂക്ഷ്മ സംഗതി ധരിക്കാൻ ബുദ്ധിശക്തിയുള്ളവനും ആയിരിക്കും. മേൽപ്പറഞ്ഞ ഗുണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന മഹാൻ എനിക്ക് സമ്മതനായ സാധുവാകുന്നു ഉദ്ധവ എന്ന് ഭഗവാൻ ഉദ്ധവനോട് പറയണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.